മധ്യകേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും തലയെടുപ്പുള്ള പ്രമുഖനായ ജി സുധാകരൻ നാളെ പത്രസമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആക്ഷേപിച്ചുവെന്നും താൻ അർഹിക്കുന്നതല്ല ആ ആക്ഷേപമെന്നും ഒക്കെ പറഞ്ഞ് കുറച്ച് നാളുകളായി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് കൂടുതൽ ചർച്ച സജീവമായത്. വിളിക്കുന്ന മാധ്യമങ്ങളോടെല്ലാം അദ്ദേഹം പലതും സംസാരിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗോവിന്ദൻ മാഷ് അപമാനിച്ചു എന്നതാണ് അദ്ദേഹം ഒരു കാരണമായി എടുത്തിരിക്കുന്നത്. ഒപ്പം ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ ശ്യാമള സഖാവിന് തളിപ്പറമ്പ് സീറ്റ് നൽകുന്നതിലും അഭിപ്രായ വ്യത്യാസവുമായി കമ്മ്യൂണിസ്റ്റ് സൈബറിടങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. CPM അത് കാര്യമായി എടുക്കുന്നില്ല. ജി സുധാകരൻ്റെ കുറിപ്പിങ്ങനെയാണ്: 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DC കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. വീണ് പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലമായി നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തി അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIR കേസും ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ എനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. എൻ്റെ അച്ഛനെ വരെ ആക്ഷേപിച്ചൊരു LC മെമ്പർ പോസ്റ്റിട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിനും കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ലെന്നർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസകൾ. ഇതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ജി സുധാകരനെ പോലെ ഒരാൾ എഴുതുന്ന വാക്കുകൾക്ക്, പറയുന്ന ആശയങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല മധ്യകേരളത്തിലാകെയും പ്രാധാന്യമുണ്ട് എന്നതാണൊരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ഒരു തലയെടുപ്പും ചില ധാർഷ്ട്യഭാവങ്ങളും അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമൊക്കെ പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറം സത്യസന്ധതയുടെ കാര്യത്തിലോ അഴിമതിരഹിത നിലപാടുകളുടെ കാര്യത്തിലോ കാര്യക്ഷമതയുടെ കാര്യത്തിലോ മതേതരത്വ ഭാവത്തിലോ ഒന്നും ആർക്കും സംശയമുള്ള ഒരാളല്ല ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇടയുന്നത് രാഷ്ട്രീയമായി CPMന് ഗുണകരമാവില്ല. അദ്ദേഹം മറുചേരിയിലേക്ക് പോകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ പ്രചരിപ്പിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും ധാരാളമുണ്ട്. സുധാകരൻ്റെ കാര്യത്തിൽ പ്രവചനങ്ങൾ പലപ്പോഴും അസ്ഥാനത്താണ്. ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. അത് അദ്ദേഹത്തിൻ്റേത് മാത്രമായിരിക്കും. നാളെ പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് കാര്യങ്ങൾ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുനയമുണ്ടാകുമോ, അകറ്റുമോ, വിട്ടുപോകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം നാളെ ഒരു പരിധിവരെ ഉത്തരമാകുമെന്ന് പ്രതീക്ഷിക്കാം.